മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിച്ചില്ലെന്ന CV ആനന്ദബോസിന്റെ ആരോപണം തള്ളി NSS. അനാവശ്യ വിവാദമെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മീഡിയ വണ്ണിനോട്. ചോദിച്ചാൽ ആർക്കും പുഷ്പാർച്ചനയ്ക്ക് അനുമതി നൽകും. ആനന്ദബോസ് അനുമതി ചോദിച്ചിട്ടില്ല. മോഹൻലാലിന് അനുമതി നൽകിയില്ലെന്ന് പറഞ്ഞ് പണ്ട് വിവാദമുണ്ടാക്കിയിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ചുമ്മാ ഇതൊക്കെ അനാവശ്യ വിവാദമാണെന്ന് അതിലൊന്നും ഞങ്ങൾ മറുപടി പറയാനില്ല. എനിക്കറിയാൻ മേല, ഞാൻ അറിഞ്ഞ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ആർക്കും അനുമതി കൊടുക്കുന്നേ അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ ആളുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വേറെ അവര് ചോദിക്കണം, എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ സൗകര്യം ചെയ്തു കൊടുക്കും. ചെയ്യിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ഡൽഹിയിൽ നിന്ന് D ധനസുമോദുമൊപ്പം കോട്ടയത്ത് നിന്ന് ജോസി ബാബുവുമാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം ജോസിയിലേക്ക് പോകുന്നു. ജോസി, ഇപ്പോൾ ഈ വിവാദം മൂർച്ഛിക്കുന്നതിനിടെയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് CV ആനന്ദബോസിന് പുഷ്പാർച്ചന നടത്താൻ അവസരം കിട്ടിയില്ല എന്ന വിവാദത്തിന് ആദ്യ പ്രതികരണം എന്താണ് സെക്രട്ടറിയുടെ? മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചില്ല എന്ന CV ആനന്ദബോസിന്റെ പ്രസ്താവന അത് മീഡിയ വൺ വാർത്തയായി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം NSS ജനറൽ സെക്രട്ടറി വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് ഒരു അനാവശ്യ വിവാദമാണ്. ഇത്തരത്തിലൊരു അനുമതിയും CV ആനന്ദബോസ് തേടിയിട്ടില്ല. പല ആളുകളും വ്യക്തിപരമായി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എത്താറുണ്ട്. അപ്പോഴേക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർത്തും അനാവശ്യമായ ഒരു വിവാദമാണ്. അങ്ങനെ ഒരു സംഭവം തന്റെ ഓർമ്മയിലില്ല എന്ന് തന്നെ G സുകുമാരൻ നായർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മോഹൻലാലിന്റെ അടക്കം പേരുകൾ ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർത്ത് പണ്ട് NSSനെ കരുവാക്കുവാൻ ശ്രമം നടന്നിട്ടുണ്ട്. മന്നം സമാധിയിൽ മോഹൻലാലിന് പുഷ്പാർച്ചന നടത്താൻ അനുമതി നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് വിവാദമായി ഉയർന്നത്. അക്കാര്യങ്ങളൊക്കെയും പൂർണ്ണമായും തള്ളിക്കളയുകയാണ് G സുകുമാരൻ നായർ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലില്ല എന്നും NSS നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി ജോസി, ധൻസുമോദിലേക്ക് സുമോദ് വളരെ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിനൊപ്പം വലിയൊരു പ്രതിഷേധ രൂപേണ തനിക്കുണ്ടായ വലിയ ദുരനുഭവത്തിന്റെ അതൃപ്തി തുറന്നു പറയുകയാണ് CV ആനന്ദബോസ് ചെയ്തത്. തന്നെ ഗവർണറാക്കിയതും തന്നെ ഉയർച്ചകളിലേക്ക് എത്തിച്ചതുമൊക്കെ കരയോഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് അവിടെ മന്നത്താചാര്യന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞില്ല എന്നത് ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സെക്രട്ടറി അത് നിഷേധിക്കുമ്പോൾ ഇനി വീണ്ടും ഒരു വിശദീകരണം നടത്തേണ്ടി വരുമോ CV ആനന്ദബോസ്? മുമ്പ് ഉണ്ടായ സംഭവമാണ് ആനന്ദബോസ് പറഞ്ഞത്. മാത്രമല്ല ഇതൊരു അവിചാരിതമായി പെട്ടെന്ന് അത് പറഞ്ഞത് എന്ന രീതിയിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. NSSൽ അദ്ദേഹത്തിൻ്റെ കരയോഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊരു സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം പറഞ്ഞത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്നെ വിളിച്ച് ഗവർണർ ആകാനുള്ള ഒരു തീരുമാനം ആക്കുകയാണെന്നുള്ള തീരുമാനം അറിയിച്ചത്. താമസിയാതെ തന്നെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വിളിച്ചത്. അദ്ദേഹത്തോട് അങ്ങോട്ട് ആസ്ഥാനത്തേക്ക് എത്തുകയാണെന്നും ഈ മന്നം സമാധിയിൽ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്താനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം തനിക്ക് വലിയ സ്വീകരണമാണ് തരുന്നത്. കാരണം സുകുമാരൻ നായർ അടുത്ത് വരുന്നു, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡോർ വരെ കൊണ്ടാക്കുന്നു, അതിനുശേഷം ചായ നൽകി സൽക്കരിക്കുന്നു. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം മന്നത്ത് സമാധിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. എന്തിനാണോ താൻ അവിടെ എത്തിയത് ആ തരത്തിലുള്ള പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയിട്ടില്ല. നടത്താനുള്ളൊരു സാഹചര്യം അവിടെ ജനറൽ സെക്രട്ടറി സൃഷ്ടിച്ചില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. ഇതുകൂടാതെ വേറൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരാളുടെ കൈവശം മാത്രം ഇരിക്കേണ്ടതാണോ? ഈ മന്നത്ത് ആചാര്യൻ എന്ന് പറയുമ്പോൾ എല്ലാ നായർ യുവാക്കൾക്കും യുവതികൾക്കും അവരുടെ നേട്ടമുണ്ടാകുമ്പോൾ അവർക്ക് അവിടെ എത്തേണ്ടതാണ്. അവർക്ക് പുഷ്പാഞ്ജലി അവർ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അത് ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ ഇല്ലാത്തതിനാൽ ഡൽഹിയിലുള്ള നായർ വിഭാഗത്തിലുള്ളവർക്ക് അവിടെ വന്ന് അവർക്ക് പുഷ്പാർച്ചന നടത്താൻ വേണ്ടി ഡൽഹിയിൽ ഒരു സ്മാരകം മന്നത്ത് പത്മനാഭന്റെ സ്മാരകം അവിടെ നിർമ്മിക്കണമെന്നും അതിനുവേണ്ടി തൻ്റെ ശമ്പളത്തിൻ്റെ ഒരു മാസത്തെ തുക പൂർണ്ണമായി നൽകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിനകം തന്നെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഇന്ന് രാവിലെ ടാഗോറുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതിനാൽ അദ്ദേഹം കൊൽക്കത്തയിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്നാലും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടെന്ന് CV ആനന്ദബോസ് പറയുന്നു. എന്നാൽ
പുഷ്പാർച്ചന നടത്താനുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ സമ്മതിക്കുമായിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ പറയുന്നു. എന്തായാലും വിവാദം കത്തിപ്പടരുന്നു. ഇനി CV ആനന്ദബോസിന് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ.